ഹായ് എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അണ്ടി പെറുക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന വീട്ടിൻ്റെ തൊട്ട് പിറകിലായിട്ട് കുറച്ച് കപ്ലാവും തോട്ടമുണ്ട്. അപ്പോൾ അതിൽ കപ്ലാവൊക്കെ ഏകദേശം ഒന്ന് കായ്ച്ച് വന്നിട്ടുണ്ട്. അതൊന്ന് നമുക്കിന്ന് പെറുക്കിയെടുക്കാം. അപ്പോൾ നമ്മളെ ഓണേഴ്സിൻ്റെയാണ് കേട്ടോ ഇത്, ഞങ്ങളെയല്ല, ഓണേഴ്സിൻ്റെയാണ്. അപ്പോൾ പ്ലാവും ഉണ്ട്, പ്ലാവ് നിറയെ ചക്കയൊക്കെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വാഴയുണ്ട്. എല്ലാം അത്യാവശ്യം നമുക്ക് ഈ പറമ്പിൽ തന്നെ കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ വീടിൻ്റെ സൈഡിലൂട്ടിയായിട്ടാണ് നമ്മൾ പറമ്പിലേക്ക് പോകുന്നത്. ഫുൾ തേക്കിൻ്റെ ഇലയാണ്. അപ്പോൾ ഉമ്മാൻ്റെ കൈ വയ്യാത്തതുകൊണ്ട് വയക്കൊക്കെ അവിടെ പെൻഡിങ്ങിന് നിൽക്കുകയാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഉമ്മയാണ് ഈ പറമ്പ് മൊത്തം വയക്കിയിടാറ്. അപ്പോൾ ഉമ്മ കൈയൊക്കെ പൊട്ടുന്നതിന് മുമ്പ് ഉമ്മ കുറച്ച് ഭാഗം ഇവിടെ വയക്കി ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചക്ക നല്ല ചക്കയാണ്, കൂഴച്ചക്കയാണ്. വെക്കാനൊക്കെ നല്ല അടിപൊളിയാണ്, നല്ല എല്ലിട്ട് വെക്കാനൊക്കെ ബെസ്റ്റാണ്. ഉൾക്കാടാണ് ഉള്ളത്, അല്ലാണ്ട് ഒരുപാട് അങ്ങനെ തിങ്ങി നിറഞ്ഞ കാടൊന്നുമില്ല കേട്ടോ. ഇത് നമ്മുടെ പറമ്പിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ മുകൾ വശമൊക്കെ നേർക്ക് കാണാം. ഞാൻ കുറച്ച് അണ്ടിയൊക്കെ ഇങ്ങനെ പെറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അണ്ടി പെറുക്കുന്ന കൂട്ടത്തിൽ 2 കരിക്ക് കൂടി കിട്ടി. നല്ലതാണോന്നറിയില്ല, കുരങ്ങന്മാർ ഇന്നും വരാറുള്ളതാണ്. അപ്പോൾ കരിക്ക് സാധാരണ വീഴാറില്ല, തൊണ്ട് മാത്രമേ വീഴാറുള്ളൂ. കയ്യിൽ നിന്ന് സ്കിപ്പായി പോയതാവാം എന്ന് തോന്നുന്നു. തേങ്ങ വീണിട്ടേ ഇല്ല കേട്ടോ, ഉണങ്ങിയ തേങ്ങയുണ്ട്, അത് അതേപോലെ തെങ്ങിൻ്റെ മേലെയുണ്ട്. അപ്പോൾ അതൊന്നും ഒന്ന് പറിച്ച് താഴെ ഇട്ട് തരുമൊന്നുമില്ല. അതൊക്കെ ഇട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഒരു ഉപകാരമായിരുന്നു. അവരവരുടെ കാര്യം മാത്രം നോക്കും കേട്ടോ. കൊലയൊക്കെ ചെറിയ കൊലയായിരിക്കും കേട്ടോ, പക്ഷേങ്കിൽ അവരൊന്നും കൊണ്ടുപോകാറില്ല. ഞങ്ങളോട് എടുത്തോന്ന് പറയലാണ് ഞങ്ങൾ ഓണേഴ്സ് എന്നും പറയാറ് കേട്ടോ. കപ്ലാവൻ തോട്ടത്തിൽ നല്ല തണലാണ് കേട്ടോ, നല്ല കാറ്റുമാണ്, നല്ല രസമാണ്. ഇതിലൂടെ ഇങ്ങനെ നടക്കാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ ഞാനിങ്ങനെ അണ്ടിയൊക്കെ ഇങ്ങനെ പെറുക്കി കൂട്ടിയിട്ടുണ്ട്. നമ്മൾ പെറുക്കിയെടുത്തപ്പോൾ ബക്കറ്റ് 3/4 ഭാഗത്തോളം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇത് മുരുടി എടുക്കുമ്പോൾ കുറവേ ഉണ്ടാവും കേട്ടോ. മാങ്ങയും അടക്കമാണ് ബക്കറ്റ് 3/4 ഭാഗം ഉണ്ടാവുക. ഇനി ഇതൊന്ന് മുരുടി നമുക്ക് അണ്ടി ബക്കറ്റിലേക്ക് ഇടണം. മാങ്ങ നമുക്ക് ഒരു കുഴിയിലേക്കോ അല്ലെങ്കിൽ ചപ്പിൻ്റെ ഉള്ളിലേക്കോ അങ്ങനെ ഇടണം. അവിടെ ഇവിടെ വലിച്ചെറിയരുത്. നമ്മൾ അണ്ടി പെറുക്കുമ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. മാങ്ങ അവിടെ ഇവിടെ വലിച്ചെറിയാൻ പാടില്ല. കൊതുക് വരും, അണുങ്ങ് വരും, അതേപോലെ ഒട്ടുറുമ വരും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു കുഴിയുണ്ട് കേട്ടോ. ഇങ്ങനെ പെരിച്ചായൊക്കെ ഇതാക്കിയതോ അങ്ങനെ എന്തോ ആവാം. ഞാൻ ആ കുഴിയിലേക്കാണ് മാങ്ങ ഇടുന്നത്. അപ്പോൾ വെയിലുകൊണ്ട് അതങ്ങ് ചുങ്ങിക്കോളും. അപ്പോൾ നമ്മൾ പണ്ട് കുറേ അണ്ടി മുരുട്ടിയതാണ് കേട്ടോ, കുറേ അണ്ടി പെറുക്കിയതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പറമ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും, ഞാനും ഉമ്മയും ഉപ്പിയും കാക്കി ഇത്താത്ത എല്ലാവരും കൂടി അണ്ടി പെറുക്കാൻ പോവും. ഇതേപോലെ ഇഷ്ടം പോലെ അണ്ടിക്കൊട്ടയിൽ അന്നൊക്കെ അണ്ടി പെറുക്കും, അണ്ടി മുരുടും, എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവരും. അതൊക്കെ ഒരു ഓർമ്മയായിരുന്നു. ആ ഓർമ്മകളൊക്കെ ഞാനിങ്ങനെ അണ്ടി മുരുടുന്ന സമയമായവർക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ അണ്ടി മുരുടി കഴിഞ്ഞിട്ട് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. കാരണം 2-3 ദിവസമായി തോന്നുന്നു ഇത് വീണിട്ട്. നമുക്ക് നോമ്പ് ആയ സമയത്തുള്ള വീഡിയോ ആണിത് കേട്ടോ. നോമ്പിൻ്റെ സമയത്തായതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ നോക്കിയിട്ടില്ലായിരുന്നു. അതൊന്ന് കഴുകിയിട്ട് അലക്കുന്ന കല്ലിൻ്റെ മേലൊന്ന് ആറാനിടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾക്ക് ഇതൊക്കെ അറിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ എൻ്റെ മക്കൾക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.